നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ നടന്നു. കേന്ദ്രമന്ത്രി KV തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമര പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞാറിൽ സ്വീകരണം നൽകി. കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം പ്രൊഫസർ MJ ജേക്കബ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുട്ടം ഇടപ്പള്ളിയിൽ പുതിയ പാറമട ആരംഭിക്കുവാനുള്ള നീക്കത്തിൽ പ്രതിഷേധം ശക്തം. പാറമടയ്ക്ക് അനുമതി നൽകരുതെന്ന് വിവിധ ഗ്രാമസഭകളുടെ യോഗ തീരുമാനം. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തൊടുപുഴ വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിനു വേണ്ടി പുതുതായി നിർമ്മിച്ച മന്ദിരത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ JCCന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. B രാജേഷ് പ്രസിഡന്റും റിന്റു രാജ് സെക്രട്ടറിയുമായുള്ള ഭരണസമിതിയാണ് ചുമതലയേറ്റത്. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. തൊടുപുഴയിൽ നടന്ന ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമ്മേളനം കേന്ദ്രമന്ത്രി KV തോമസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെ നിരവധി പ്രമുഖ വ്യക്തികൾ ആശംസകൾ നേർന്നു. മാധവഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളിലെ കർഷകദ്രോഹ വ്യവസ്ഥകളും നിർദ്ദേശങ്ങളും പിൻവലിച്ച് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ കാർഷിക ശിലാകേന്ദ്രമായ തൊടുപുഴയിൽ കർഷക ജനതയുടെ വികാരങ്ങളും അവരുടെ വേദനകളും ഒപ്പിയെടുത്തുകൊണ്ട് CSS കടന്നു വന്നിട്ടുണ്ട്. 16 വർഷങ്ങൾക്ക് മുമ്പ് ജോസഫ് സ്റ്റാലിന്റെ നേതൃത്വത്തിൽ CSS കടന്നുവന്ന സന്ദർഭത്തിൽ പലർക്കും പല ആശങ്കകളുണ്ടായിരുന്നു. എന്തിനാണ്? പക്ഷെ ആശങ്കകൾ മാറി ഇന്ന് നമ്മുടെ സമൂഹത്തിലെ താഴെ തട്ടിൽ നിൽക്കുന്ന ആളുകൾ, വേദന അനുഭവിക്കുന്ന ആളുകൾ, പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, അവരെ എല്ലാം സംഘടിപ്പിക്കാൻ CSSന് കഴിഞ്ഞു. ഒരു സന്ദർഭത്തിൽ ഇതൊരു ലത്തീൻ കത്തോലിക്ക സംസ്ഥാനമാണെന്നാണ് പലരും പറഞ്ഞത്. സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ വേരുകൾ CSSനുള്ളത് ചില പ്രദേശങ്ങളിലാണ്. പക്ഷെ അവിടെയൊക്കെ കടന്ന് ഇന്ന് കിഴക്കൻ മേഖലകളിലേക്കും കാർഷിക മേഖലയിലേക്കും CSS കടന്നിരിക്കുന്നു. CSS സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ക്രൈസ്തവ മൂല്യങ്ങളിൽ ഊന്നൽ നിൽക്കുന്ന CSS ചെയർമാൻ PA ജോസഫ് സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ KM മാണി, PJ ജോസഫ്, VK ഇബ്രാഹിം കുഞ്ഞ്, മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, ഫാദർ ജെയിംസ് വടക്കേൽ, ബാബു മേട്ടുംപുറം, ബിജോയി കുറ്റിയറ, ജിജി മഞ്ഞക്കുന്നേൽ, ഷൈനി സന്തോഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ദ്രോണാചാര്യ KP തോമസ് മാഷ്, അടിമാലി കാർമൽ ജ്യോതി, സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിജി ജോസ്, ദിവ്യരക്ഷാലയം ഡയറക്ടർ ടോമി മാത്യു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. VBC ന്യൂസ് തൊടുപുഴ. ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ നടന്ന പ്രകടനം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ജ്യോതി ബസാറിന് സമീപത്തു നിന്നും സമ്മേളന നഗരിയിലേക്കാണ് പ്രകടനം നടന്നത്. വെള്ള ചിറകുകളുമേന്തി കുട്ടിമാലാഖമാർ, കുട്ടി ക്രിസ്മസ് പാപ്പമാർ, കയ്യിൽ ബലൂണുകളുമേന്തി കുട്ടികൾ, ഒപ്പം ചെണ്ടമേളങ്ങളുടെയും ബാൻഡ് മേളങ്ങളുടെയും താളക്കൊഴുപ്പ് കൂടിയായപ്പോൾ നഗരത്തിൽ അലയടിച്ചത് വിശ്വാസസാഗരം. ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി ഇന്റർനാഷണൽ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന റാലിയിൽ ആയിരക്കണക്കിന് സംഘടനാംഗങ്ങൾ അണിനിരന്നു. വാദ്യമേളങ്ങൾക്കൊപ്പം ചുവട് വെച്ചും മുദ്രാവാക്യം വിളിച്ചും നീങ്ങിയ റാലി കാണാൻ റോഡിനിരുവശവും നിരവധി ആളുകളാണ് എത്തിയത്. പാറിപ്പറക്കുന്ന പതാകകൾക്ക് നടുവിലൂടെ ജനസാഗരം ഒഴുകിയപ്പോൾ നഗരം 1 മണിക്കൂർ
കിലോമീറ്ററോളം ആവേശത്തിലലിഞ്ഞു. വൈകിട്ട് 4:30 ജ്യോതി സൂപ്പർ ബസാറിന് മുന്നിൽ നിന്ന് ആരംഭിച്ച റാലി കോതായിക്കുന്ന് ബസ് സ്റ്റാൻഡിന് എതിർവശത്തുള്ള സമ്മേളന നഗരിയിൽ എത്തിയപ്പോൾ പൊതുസമ്മേളനം ആരംഭിച്ചു. പൊതുസമ്മേളനം കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് ഉദ്ഘാടനം ചെയ്തു. CSS സംസ്ഥാന ചെയർമാൻ PA ജോസഫ് സ്റ്റാൻലി അധ്യക്ഷനായിരുന്നു. മന്ത്രിമാരായ KM മാണി, PJ ജോസഫ്, VK ഇബ്രാഹിം കുഞ്ഞ് എന്നിവരും പങ്കെടുത്തു. ഇടുക്കി, എറണാകുളം, തൃശൂർ, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിൽ നിന്നുള്ള അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. VBC ന്യൂസ് തൊടുപുഴ. കുടയത്തൂർ പരപ്പുംകര ഭാഗത്ത് ജലാശയത്തിൽ ഇരുമ്പ് സേഫ് കണ്ടെത്തി. കുടയത്തൂർ വയനക്കാവിന് പിൻഭാഗത്തായി മലങ്കര ജലാശയത്തിൽ പരപ്പുംകര കുളിക്കടവിന് സമീപമാണ് തിങ്കളാഴ്ച രാവിലെ ഈ ചെറിയ ഇരുമ്പ് സേഫ് കാണപ്പെട്ടത്. 1.5 അടി ഉയരവും 1 അടി വീതിയും തോന്നിക്കുന്ന ചാരനിറത്തിലുള്ള ഈ സേഫിന് 4 കാലുകളുമുണ്ട്. മലങ്കര ജലസംഭരണിയിലെ ജലവിധാനം താഴ്ന്നതോടെയാണത്രേ ഈ സേഫിനെ പറ്റി പുറം ലോകമറിഞ്ഞത്. വിവരമറിഞ്ഞ പോലീസ് സംഘം സ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തി. കഴിഞ്ഞയാഴ്ച കോടിക്കുളത്തെ മാവേലി സ്റ്റോർ കുത്തിത്തുറന്ന് മോഷ്ടാക്കൾ സേഫും പണവും അപഹരിച്ചിരുന്നു. ആലക്കോട് ഗ്രാമപഞ്ചായത്തിൽ 10ാം വാർഡിലെ പാറമടയ്ക്കെതിരെ ഗ്രാമസഭയിൽ ശക്തമായ പ്രതിഷേധം. പാറമടയുടെ പ്രശ്നമുന്നയിച്ച് പഞ്ചായത്ത് അധികൃതർ പ്രത്യേകം വിളിച്ചു ചേർത്ത ഗ്രാമസഭയിലാണ് ജനങ്ങളുടെ പ്രതിഷേധം അണപൊട്ടിയത്. പാറമട വേണ്ട എന്ന തീരുമാനത്തിൽ ജനങ്ങൾ ഒന്നടങ്കം ഉറച്ചു നിൽക്കുകയായിരുന്നു. പാറമട ആരംഭിക്കുന്നതിനെതിരെ വാർഡിലെ വോട്ടർമാരുടെ ആവശ്യപ്രകാരമാണ് അഞ്ചേരിയിൽ പ്രത്യേക ഗ്രാമസഭ ചേർന്നത്. ഗ്രാമസഭയിൽ 200ഓളം ആളുകൾ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സെലിൻ ബേബി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ഡീന എമ്മാനുവേൽ പ്രസംഗിച്ചു. സമരസമിതി കൺവീനർ ലെവിൻ മിറ്റത്താനി അവതരിപ്പിച്ച പ്രമേയം ശബ്ദ വോട്ടോടെ ബഹുഭൂരിപക്ഷത്തിൽ ഗ്രാമസഭ പാസാക്കുകയായിരുന്നു. പരിപാലിക്കാൻ പറ്റുമോ എന്നതിന്മേൽ ശാസ്ത്രീയ പഠനം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പഞ്ചായത്ത് നേരിട്ട് നടത്തിയതിനു ശേഷം മാത്രമേ ലൈസൻസ് അനുവദിക്കാൻ പാടുള്ളൂ. ഈ 10ാം വാർഡും 9ാം വാർഡും അന്ന് ഒന്നിച്ചേർന്നപ്പോൾ അവിടെ വീട്ടിലെ പാർമണ അറിയുമ്പോൾ ആ പാർമണയോട് ജീവിച്ചോണ്ടിരുന്ന ഞങ്ങളുടെ വീട്ടിലെ ആൾക്കാർ ആണുങ്ങൾ മുഴുവൻ കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ MP ഫ്രാൻസിസ് ജോർജ്, റോഷി അഗസ്റ്റിൻ MLA, ജോണി പൂമറ്റം എന്നിവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരപ്രചരണ ജാഥയ്ക്ക് കാഞ്ഞാറിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം പ്രൊഫസർ MJ ജേക്കബ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, വല്ലാർപാടത്തിന് പോകണമെങ്കിലും ഹൈക്കോടതിയിൽ പോകണമെങ്കിലും ആ പ്രദേശങ്ങളിലെല്ലാം ചെല്ലുന്നവർക്കറിയാം എത്രയോ ആയിരക്കണക്കിന് ഏക്കറുകൾ കണ്ടൽ കാടുകളായിട്ട് പക്ഷി ലതാദികള് അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള പ്രദേശങ്ങൾ അത് മുഴുവനും നികത്തി 10, 25, 30, 40 വരെയുള്ള കെട്ടിടങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നു. ആർക്കും ഒരു കുഴപ്പമില്ല, പ്രകൃതി സംരക്ഷണത്തിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ മലയോരങ്ങളിൽ കയറിയവര് അവരുടെ കുഞ്ഞുങ്ങളെ പോലും വളരെ ഏറെ ബുദ്ധിമുട്ടോടുകൂടി വളർത്തി 10, 30, 40 വർഷക്കാലമായി കാട്ടാനകളോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ചുകൊണ്ട് മലയോരങ്ങളിൽ കൃഷിയിടമുണ്ടാക്കി അവിടെ കനകം വിളിച്ച കൃഷിക്കാരോട് പറയുകയാണ്, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതെല്ലാം കുഴപ്പം പിടിച്ചതാണ്, നിങ്ങൾ പടിപടിയായി നിങ്ങളുടെ മേൽ നിയമത്തെ കൊണ്ടുവരുവാൻ പോവുകയാണ് എന്ന്. തോമസ് മുണ്ടയ്ക്കാപ്പടവിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് PC ജോസഫ്, ജോർജ് അഗസ്റ്റിൻ, NV വർക്കി നിരപ്പേൽ, M മോനിച്ചൻ, സജികുമാർ കാവുവിളയിൽ, ചാണ്ടി ആനിത്തോട്ടം, ബേബി പിണക്കാട്ട്, ഉഷ വിജയൻ, ഐസക് കൊച്ചു പ്ലാത്തോട്ടം എന്നിവർ പ്രസംഗിച്ചു. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 100ലേറെ ജനസംഖ്യ ഉണ്ടെങ്കിൽ അത് അതീവലോല പരിസ്ഥിതി പ്രദേശമായിരിക്കില്ല. കൃഷിഭൂമി ഒഴിവാക്കും,
തോട്ട മേഖലയെ ഒഴിവാക്കുന്നു. പക്ഷെ പിന്നീട് താഴേക്ക് വായിച്ചു വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇതുമായി ബന്ധപ്പെട്ട അതീവലോല പരിസ്ഥിതി പ്രദേശമായി കണക്കാക്കിയിട്ടുള്ള വില്ലേജുകൾ നോട്ടിഫൈ ചെയ്യാനുള്ള ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ കേരളത്തിലെ 123 മലയോര വില്ലേജുകൾ ഉൾപ്പെടുകയാണ്. 64 വില്ലേജുള്ള ഇടുക്കിയിൽ കുട്ടമ്പഴയും കൂടെ കൂട്ടി എടുത്താൽ 48 വില്ലേജുകൾ ഉൾപ്പെടുന്നു. അതിനെതിരെയാണ് ഈ സമരം നടക്കുന്നത്. ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ടിലെ കർഷക വിരുദ്ധ നിലപാടുകളെപ്പറ്റി ജനങ്ങൾക്കുള്ള ആശങ്കകൾ കേന്ദ്ര ഉന്നതാധികാര സമിതിയെ ബോധ്യപ്പെടുത്തുമെന്ന് മുൻ MP ഫ്രാൻസിസ് ജോർജ്. കേരള കോൺഗ്രസ് എം നേതൃത്വത്തിൽ നടത്തുന്ന സമര പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞാറിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുമ്പോഴാണ് മുൻ MP ഇക്കാര്യം അറിയിച്ചത്. വനനിയമമുണ്ട്, വനസംരക്ഷണ നിയമമുണ്ട്, വന്യജീവി സംരക്ഷണ നിയമമുണ്ട്, പരിസ്ഥിതി ദുർബല മേഖലാ സംരക്ഷണ നിയമമുണ്ട്. അങ്ങനെ നിയമങ്ങൾ എന്തോരമുണ്ട്. ആ നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിന് ആരാണ് ഇവിടെ തടസ്സം? ഇവിടെ അന്തരീക്ഷ മലിനീകരണത്തിന് എതിരെയുള്ള നിയമങ്ങളുണ്ട്. അങ്ങനെ നിയമങ്ങൾ ഇഷ്ടം പോലെ. ഇപ്പൊ ഈ പറഞ്ഞു വരുന്നതിന്റെ ആകെത്തുക എന്ന് പറയുന്നത് ഈ നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അത് നിരോധിച്ചാൽ പരിപൂർണമായി ഒന്നും വേണ്ട എന്ന് വെച്ചാൽ ഇതൊന്നും കഴിക്കാനില്ലോ എന്നാണ്. അത് ഈ മലയോര മേഖലയിലെ ജനങ്ങളുടെ മേൽ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനം. ആ സമീപനം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ കസ്തൂരിരംഗൻ വന്നപ്പോൾ നാട്ടിൽ പോയി കസ്തൂരിരംഗൻ വന്നപ്പോൾ എന്താ പറഞ്ഞത്? ജനവാസ മേഖലകൾ ഒഴിവാക്കുക. കാഞ്ഞാറിൽ നടന്ന സ്വീകരണ യോഗത്തിൽ തോമസ് മുണ്ടയ്ക്കാപ്പടവിൽ അധ്യക്ഷത വഹിച്ചു. ബൈജു വറവുങ്കൽ, ക്ലെമന്റ് ഇമ്മാനുവേൽ, പ്രിൻസ്, ജിൻസൺ വർക്കി, TC ചെറിയാൻ, അഗസ്റ്റിൻ അരിമറ്റം, PN ഹരികുമാർ, തോമസ് വട്ടക്കാന എന്നിവർ പ്രസംഗിച്ചു. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ അറക്കുളം അശോക കവലയിൽ നടത്തുന്ന റിലേ സത്യാഗ്രഹത്തിന് KCYM പ്രവർത്തകരെത്തിയത് ആവേശമായി. അറക്കുളം പുത്തൻപള്ളി യൂണിറ്റ് പ്രസിഡന്റ് ജോലാൽ തെക്കുംകാട്ടിൽ, വൈസ് പ്രസിഡന്റ് ജോജോ ആനത്താരക്കൽ, സെക്രട്ടറി സഞ്ജു ചെറുവള്ളാത്ത്, ബിജു കാനക്കാട്ട്, റോബിൻ പനന്താനത്ത്, ജസ്റ്റിൻ ഞരളക്കാട്ട്, അരുൺ നെടിയപാല, മാത്യൂസ് കുളത്തിനാൽ എന്നിവർ നേതൃത്വം നൽകി. അറക്കുളം അശോക കവലയിൽ കർഷകർ നടത്തുന്ന റിലേ സത്യാഗ്രഹ സമരത്തിന് കോട്ടയം മുന്നി ഭാവന ക്ലബിന്റെ പിന്തുണ. ക്ലബ് പ്രസിഡന്റ് ജോസുകുട്ടി തുടിയംപ്ലായ്ക്കൽ, സെക്രട്ടറി അഡ്വക്കേറ്റ് ജോണി മഞ്ഞക്കുന്നേൽ, ട്രഷറർ ജോമോൻ മൈലാടൂർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കോട്ടയം മുന്നിയിൽ നിന്നും പ്രകടനമായി എത്തിയാണ് സമരപ്പന്തൽ സന്ദർശിച്ചത്. മുട്ടം ഇടപ്പള്ളിയിൽ പുതിയ പാറമട ആരംഭിക്കുവാനുള്ള നീക്കത്തിൽ പ്രതിഷേധം ശക്തമായി. പാറമടയ്ക്ക് അനുമതി നൽകരുതെന്ന് വിവിധ ഗ്രാമസഭകൾ യോഗം ചേർന്ന് തീരുമാനിച്ചു. മുട്ടം ഗ്രാമപഞ്ചായത്തിലെ 1, 11, 12 വാർഡുകളിലെ ആയിരക്കണക്കായ ആളുകൾക്ക് വ്യാപകമായ നാശവും പരിസ്ഥിതി ആഘാതവും ഉണ്ടാക്കുന്ന പാറമടയ്ക്കാണ് സ്ഥലം ഉടമയും നടത്തിപ്പുകാരനും വളരെ രഹസ്യമായി വിവിധ വകുപ്പുകളിൽ നിന്നും അനുമതി വാങ്ങിയത്. മുട്ടം ഗ്രാമപഞ്ചായത്തിൽ ലൈസൻസിന് അനുമതി തേടി അപേക്ഷ വെച്ചപ്പോഴാണ് പുറംലോകമറിഞ്ഞത്.
ഇതറിഞ്ഞ് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ഗ്രാമസഭയിൽ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ പൂർണ്ണ പിന്തുണയോടെയാണ് പാറമട വേണ്ടെന്ന് വയ്ക്കാൻ ഗ്രാമസഭ തീരുമാനമെടുത്തത്. കോടിക്കണക്കിന് രൂപ വികസന പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുവന്നാൽ പോലും തികയാൻ പറ്റാത്ത ഭൂമിശാസ്ത്രപരമായി എടുക്കാത്തൂക്കായ മലകൾ നിറഞ്ഞ ഒരു മേഖലയാണ് ഈ വാർഡ്. ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. ഇപ്പോൾ നമുക്ക് നൂതനമായ അനവധി പദ്ധതികൾ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജനവിഭാഗത്തിന് വളരെ പാവപ്പെട്ട ആളുകൾ ഏറ്റവും കൂടുതൽ ജനവിഭാഗത്തിന് പാവപ്പെട്ട ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് ഒന്നാം വാർഡ്. അവർക്ക് ഭവനം ലഭ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. അതുപോലെ തന്നെ മുട്ടം ടൗണിന്റെ ഒരു സമഗ്ര സൗന്ദര്യവൽക്കരണം കൂടി ശ്രദ്ധിച്ചുകൊണ്ടാണ് കരിക്കനമ്പാറ, കണ്ണാടിപ്പാറ, ഇല്ലിച്ചാരി, ഇടപ്പള്ളി, പാമ്പനാനി, തോണിക്കുഴി എന്നീ മലമ്പ്രദേശങ്ങൾക്ക് നടുവിലാണ് പുതിയ പാറമട ആരംഭിക്കാൻ ശ്രമം. ഈ പ്രദേശങ്ങളിലെ മലമുകളിൽ ആയിരക്കണക്കായ ആളുകളാണ് താമസിക്കുന്നത്. അവരുടെ വീടുകൾ പാറമടയിലെ അത്യുഗ്ര സ്ഫോടനത്തിൽ നിലംപൊത്തുന്ന അവസ്ഥയിലാണ്. ആയതിനാൽ മേഖലയിലെ ജനങ്ങളും ജനപ്രതിനിധികളും ചേർന്ന് ശക്തമായി രംഗത്ത് വന്നു. ആയതിനാലാണ് മേഖലയിലെ ജനങ്ങളും പ്രതിനിധികളും ശക്തമായി പാറമടയ്ക്കെതിരെ രംഗത്ത് വന്നത്. VBC ന്യൂസ്, മുട്ടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ നടന്നു. കേന്ദ്രമന്ത്രി KV തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമര പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞാറിൽ സ്വീകരണം നൽകി. കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം പ്രൊഫസർ MJ ജേക്കബ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുട്ടം ഇടപ്പള്ളിയിൽ പുതിയ പാറമട ആരംഭിക്കുവാനുള്ള നീക്കത്തിൽ പ്രതിഷേധം ശക്തം. പാറമടയ്ക്ക് അനുമതി നൽകരുതെന്ന് വിവിധ ഗ്രാമസഭകളുടെ യോഗ തീരുമാനം. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തൊടുപുഴ വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ ഓഫീസിനു വേണ്ടി പുതുതായി നിർമ്മിച്ച മന്ദിരത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴയിൽ നടന്നു. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ JCCന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. B രാജേഷ് പ്രസിഡന്റും റിന്റു രാജ് സെക്രട്ടറിയുമായുള്ള ഭരണസമിതിയാണ് ചുമതലയേറ്റത്. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക. www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ VBC വാർത്തകൾ ലഭിക്കുന്നു. VBC ന്യൂസ്, തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.